Hi my dear students, once again welcome back to Statistics. Statistics in the നാലാമത്തെ ക്ലാസ്സിൽ നമ്മൾ മീൻ ഡീവിയേഷനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ അതാണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ ആയിരുന്നുവെങ്കിലും അതൊരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ആയിരുന്നു. ഇന്ന് നമ്മൾ ഫ്രീക്വൻസി ഉള്ള ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഹിയർ ഇസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. എക്സൈസ് തന്നിട്ടുണ്ട് 3, 6, 9, 12, 13, 15, 21, 22. അത് അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ദെൻ എഫ്ഐസ് 3, 4 മീൻസ് 3 എന്ന ആ ഒരു നമ്പർ കിട്ടിയ 3 നമ്പേഴ്സ് ഉണ്ട്. 6 കിട്ടിയത് 4 പേരുണ്ട്, 9 കിട്ടിയത് 5 പേരുണ്ട്, 12 കിട്ടിയ 2 ഉണ്ട്, 13 4 ടൈംസ് ഉണ്ട്, 15 5 ടൈംസ് ഉണ്ട്, 21 4 ടൈംസ് ഉണ്ട്, 22 3 ടൈംസ് ഉണ്ട്. ഇതാണല്ലോ ഫ്രീക്വൻസിയുടെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ എങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീഡിയൻ ആദ്യം കണ്ടുപിടിക്കണം. മീഡിയനിൽ നിന്നാണ് നമ്മൾ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ ഇവിടെ മീഡിയൻ ആയിരിക്കും. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ മീഡിയൻ ഫസ്റ്റ്, അല്ലെ? മീഡിയൻ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ആദ്യം ഒരു ടേബിൾ വരയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ ആയിട്ടുണ്ട്. എക്സൈസ് 3, 6, 9, 12, 13, 15, 21, 22 നമ്മുടെ ഈ എക്സൈസ് എല്ലാം കൂടെ എഴുതി. പിന്നെ എൻ്റെ ഫ്രീക്വൻസീസ് 3, 4, 5, 2, then 4, then again 5, 4 and 3. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ മൊത്തം എത്ര ഒബ്സർവേഷൻ ഉണ്ട്? ഫ്രീക്വൻസിയുടെ സം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും 30 ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ കിട്ടി. എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 30 ആണ്, അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ഐ ആണ്. സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് 30 ആണ്. അപ്പോൾ 30 ഒബ്സർവേഷനാണ് ഉള്ളത്. അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? മീഡിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയാണ്. 30ന്റെ പകുതി എന്ന് പറയുമ്പോൾ മിഡിൽ വാല്യൂ ആണല്ലോ. 30ന്റെ പകുതി എന്ന് പറയുമ്പോൾ 15th ഒബ്സർവേഷൻ ആണ് ഇതിൻ്റെ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 15th ഒബ്സർവേഷൻ ഏതാണ് എന്ന് നോക്കണം. അപ്പം നമുക്കറിയാം ആദ്യത്തെ 3 എണ്ണം എന്ന് പറയുന്നത് 3 തന്നെയാണ്. അടുത്ത 4 എണ്ണം എന്ന് പറഞ്ഞാൽ 6 ആണ്, അല്ലേ? അതായത് നമ്മളിങ്ങനെ നിരത്തി എഴുതുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇതിങ്ങനെയാണ് 3 ടൈംസ് ഉണ്ട്. സോ 3 പിന്നെ അടുത്ത നമ്മൾ 6 ആണ്. അത് 4 ടൈംസ് ഉണ്ട്. സോ 6 അല്ലേ? അടുത്ത ഇതുപോലെ 9 ആണ്. ആ 9 എന്ന് പറഞ്ഞാൽ 5 ടൈംസ് ഉണ്ട്. 1 2 3 4 5 ഇങ്ങനെ പോകുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞേ ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ഒബ്സർവേഷനിലെ. അപ്പോൾ ഇതിനകത്ത് 4ാമത്തെ ഒബ്സർവേഷൻ എന്ന് ചോദിച്ചാൽ 1 2 3 4 6 ആണ്. 8ാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 8 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് 15ാമത്തെ ഒബ്സർവേഷനാണ്, അല്ലെ? കാരണം 30 ആണ്. 30യുടെ പകുതി എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ 30/2th ഒബ്സർവേഷൻ ആണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് 15 ആണ്. സോ 15th ഒബ്സർവേഷൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നിങ്ങൾ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു ടേബിളും കൂടെ ഞാനൊന്ന് എഴുതുകയാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നിങ്ങൾ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു ടേബിൾ നിങ്ങൾ, അതായത് ഒജീവ്സ് എന്നൊക്കെ പറഞ്ഞ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ എഴുതുന്നത്. ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? ഇനി ഇൻ കേസ് മറന്നുപോയാൽ പോലും നമുക്കത് ഓർക്കാം. ഇത് കിട്ടുന്നത് നമ്മുടെ ഈ ഫ്രീക്വൻസീസ് എല്ലാം ഇങ്ങനെ കൂട്ടുക. അപ്പോൾ ആദ്യത്തത് 3 തന്നെ, അടുത്തത് ഈ 3ഉം 4ഉം കൂടെ കൂട്ടണം. അപ്പോൾ 7 ആവും. പിന്നെ ഈ 7ന്റെ കൂടെ 5ഉം കൂടെ കൂട്ടുക, ദറ്റ് ഈസ് 12 ആവും. ദെൻ 12 + 2 ദറ്റ് ഈസ് 14. 14 + 4 that is 18. Then 18 + 5 23. Then 23 + 4 that is 27. Then 27 + 3 30. അപ്പോൾ നമ്മുടെ ഈ എണ്ണം തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ആദ്യത്തെ 3ാമത്തെ ഒബ്സർവേഷൻ വരെ 3 ആണ്. 7ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അത് 7ഓ അതിൽ താഴെയോ ആദ്യത്തെ 7 എണ്ണം എന്ന് പറഞ്ഞാൽ ഇതാണ്. 3ഉം 6ഉം കൂടെയാണ്
റിപ്പീറ്റഡ്ലി വരുന്നത് ഉണ്ടല്ലേ, 3ഉം 6ഉം. അപ്പോൾ നമുക്ക് 7 എണ്ണം ഉണ്ട്. അപ്പോൾ 7ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 6ആണ്. അടുത്തത് പിന്നെ വരുന്നതെല്ലാം 9ആണ്. അത് 12ാമത്തെ ഒബ്സർവേഷൻ വരെ 9ആണ്. പിന്നെ 14ാമത്തെ ഒബ്സർവേഷൻ വരെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് 12 വരെ 9 ആണെങ്കിൽ പിന്നെ 2 12 വരും, അപ്പോൾ 14. പിന്നെ 18, പിന്നെ 23, 27, 30 അങ്ങനെയാ പോവാം. നമുക്ക് വേണ്ട 15th ഒബ്സർവേഷനാണ്. 15 എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, 7ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 6ആണ്, 12ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 9ആണ്, 14ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 12ആണ്. ഈ 14 കഴിഞ്ഞിട്ട് 15, 16, 17, 18 വരെയുള്ള ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 13. മനസ്സിലായ മക്കളെ? നമുക്ക് വേണ്ടത് 15ാമത്തെ ഒബ്സർവേഷൻ ആണ്. അതിൽ നമ്മളിപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാണ്ട് 14ാമത്തെ ഒബ്സർവേഷൻ, അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 14 വരുന്നത് വരെ ഉള്ളത് 12ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 15ാമത്തെ ഒബ്സർവേഷനും 15, 16, 17, 18 അത് എന്ന് പറയുന്നത് ഈ 13 ആണ്. നമുക്ക് വേണ്ടത് 15ാമത്തെ ഒബ്സർവേഷൻ ആണ്. അപ്പോൾ 15ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരും, ദാറ്റ് ഈസ് 13 ആണ്. അതാണ് നമ്മുടെ മീഡിയൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ മക്കളെ? ഞാൻ ഒന്നും കൂടെ പറയാം. ഇപ്പൊ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ 9 കഴിഞ്ഞു, അടുത്ത് 12 ആണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ 2 12 വരും. നമുക്കറിയാം ഇവിടെ 2 12 വരും, 12. പിന്നെ അത് കഴിഞ്ഞാൽ അപ്പൊ എത്ര എണ്ണമായി നോക്കിക്കേ, 12 12 വരെ വരുന്നത് നോക്കിക്കേ, 14 എണ്ണം ഉണ്ട്. നോക്കാം നമുക്ക്. ഇത് 3, ഇത് 4, 7, 7 2 9, 11, 12, 12 13. ദെൻ 13ഉം 14 നോക്കിക്കേ, 12 വരെ 9 ആണ്. 13ഉം 14 എന്ന് പറയുന്നത് 12 തന്നെയാണ് ഒബ്സർവേഷൻസ്. ഇനി അടുത്തത് വരുന്നത് ഏതാണ്? അടുത്തത് വരുന്നത് 12 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 13 ആണ്. 13 ആണെങ്കിൽ 4 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് 13 4 എണ്ണം ഉണ്ട്. 13 4 എണ്ണം എഴുതി. ഇനി നമ്മൾ എണ്ണി നോക്കി കാണാൻ സാധിക്കും, ഇത് നമ്മൾ 14 വരെയാണ് പറഞ്ഞത്. 15ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 13, 16, 17, 18, 13 ആണ്. നമുക്ക് വേണ്ടത് ഈ 15ാമത്തെ ഒബ്സർവേഷനാണ്. അപ്പൊ 15ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 13 ആണ്. അപ്പൊ നമ്മുടെ എം എന്ന് പറഞ്ഞാൽ 13 ആണ്. മനസ്സിലായ മക്കളെ? യെസ്. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതി വെച്ചിട്ട് പോകാം. അപ്പോൾ എഴുതിക്കോളൂ. സിൻസ് capital N is equal to 30, comma, median is the n by 2th observation. Median is the n by 2th observation. That is capital N ആണ്, n by 2th observation. That is 30 by 2 is equal to 15th observation. Therefore m is equal to, നമ്മൾ ടേബിൾ വരച്ചിട്ടുണ്ട്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ 18 വരുന്നതാണ്. നമുക്ക് വേണ്ടത് 15th ആണ്. 14 കഴിഞ്ഞ് വരുന്നത് 15, 16, 17, 18 അതെല്ലാം വരുന്നത് ഈ ഒരു ക്ലാസ് ആണ്. അതുകൊണ്ട് 13 ആണ് നമ്മുടെ എം എന്ന് പറഞ്ഞാൽ 13 ആണ്. അതായത് ഈ xi അതാണ് നമ്മൾ എം ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എം കിട്ടി. ഇനി നമ്മുടെ നമുക്ക് വേണ്ടത് xi മൈനസ് എം ആണ്. അപ്പോൾ xi മൈനസ് എം കണ്ടുപിടിക്കണം. xi മൈനസ് എം എന്ന് പറഞ്ഞാൽ 13ഉമായിട്ടുള്ള ഡിഫറൻസ്. എം എന്ന് പറഞ്ഞാൽ 30 ആണല്ലോ. മോഡുലസ് ഓഫ് xi മൈനസ് 13 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എം എന്ന് പറഞ്ഞാൽ ആദ്യത്തത് 3 ആണ്. സോ 3 മൈനസ് 13 ദാറ്റ് ഈസ് 10 എന്ന് വരും. മോഡുലസ് എടുക്കുന്നതുകൊണ്ടാണ് 10 എന്ന് വരുന്നത്, അല്ലെങ്കിൽ മൈനസ് ആ വരും. അടുത്തത് 6 മൈനസ് 13 ആണ്, ദാറ്റ് ഈസ് 7 എന്ന് വരും. 9 മൈനസ് 13 ആണ്, ദാറ്റ് ഈസ് 4 എന്ന് വരും. 12 മൈനസ് 13 1, 13 മൈനസ് 13 ദാറ്റ് ഈസ് 0. ദെൻ 15 മൈനസ് 13 പോസിറ്റീവ് ആണ്, പക്ഷെ നമ്മൾ മോഡുലസ് എടുക്കുന്നതുകൊണ്ട് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പ്രശ്നമല്ല, പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കും. അടുത്തത് 21 ആണ്. 21 മൈനസ് 13 എന്ന് പറയുമ്പോൾ 8 വരും. ദെൻ 13 ആണ്, സോറി 22 ആണ്, സോ ഇറ്റ് ഈസ് 14 എന്ന് വരും. അല്ല 9 എന്ന് വരും. ഓക്കെ, 9. ഓക്കെ, അപ്പോൾ ഇതാണ് തമ്മിലുള്ള ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. 10 പ്ലസ് 3 13, 7 പ്ലസ് 13, 4 പ്ലസ് 9 13, 12 പ്ലസ് 1 13, 13 പ്ലസ് 0 അത് പോയി. ദെൻ 15 മൈനസ് 2 13, ദെൻ 21 മൈനസ് 13 ദാറ്റ് ഈസ് 8 അല്ലേ. ദെൻ 22 മൈനസ് 13 ദാറ്റ് ഈസ് 9 എന്ന് വരും.
അപ്പോൾ xi മൈനസ് mi. അപ്പോൾ നമുക്ക് വേണ്ട ഫോർമുല എന്താണ്? മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ MD കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ സിഗ്മ fi, ഫ്രീക്വൻസി വന്നിരിക്കുന്നതുകൊണ്ട് അത് വേണം. xi മൈനസ് m ഡിവൈഡഡ് ബൈ n, ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ നമുക്ക് xi മൈനസ് mi, ഇനി അതിനെ fi കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത കോളം നമുക്ക് വരയ്ക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൾട്ടിപ്ലൈ ആണ്. fi ഇതും, അതായത് ഈ ബിയും ഡിയും എന്നുള്ള ഈ കോളംസ് മൾട്ടിപ്ലൈ ആയി 3 into 10, that is 30 എന്ന് വരും. Then comes 4 into 7, that is 28 എന്ന് വരും. 5 into 4, 20 എന്ന് വരും. Then 2 into 1 ആണ്, that is 2 എന്ന് വരും. 4 into 0, that is 0. 5 into 2, 10 എന്ന് വരും. Then 4 into 8, 32 എന്ന് വരും. അടുത്ത 3 into 9, 27 എന്ന് വരും. അപ്പോൾ നമുക്ക് ഓരോന്നും ആ ടേബിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. fi into xi minus m. ഇത് നമുക്ക് ഇതിൻ്റെ എല്ലാത്തിനെയും കൊണ്ട് സം ആണല്ലോ വേണ്ടേ. അപ്പോൾ അതിൻ്റെ സം ഒന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടും. ദറ്റ് ഈസ് 149 എന്ന് വരും അല്ലേ, 149. അപ്പോൾ നമുക്ക് ഇനി ആ വാല്യൂ ഇവിടെ കൊടുത്താൽ നമുക്ക് ആൻസർ ആവും. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ ഹിയർ. ദറ്റ്സ് ഈക്വൽ ടു 149 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ നമ്മളുടെ 30 ആണ്. 30. സോ ഓൾമോസ്റ്റ് നമുക്കറിയാം 5 അടുത്ത് വരും. നമുക്ക് ആ വാല്യൂ ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാം. 149 ഡിവൈഡഡ് ബൈ 30 ഓൾമോസ്റ്റ് ഈക്വൽ ടു നമുക്കറിയാം ദറ്റ് ഈസ് ഈക്വൽ ടു ഓൾമോസ്റ്റ് ഈക്വൽ ടു 5 ആണ്. ദറ്റ് ഈസ് ഹിയർ ഈസ് 4.97 ആണ്. സോ നമുക്ക് ആ വാല്യൂ ഇവിടെ കൊടുക്കാം. ദറ്റ് ഈസ് 4.97. ഓക്കെ മക്കളെ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. എന്താണ്, ആദ്യം നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കും. മീഡിയൻ എന്ന് പറഞ്ഞാൽ m. മീനാണെങ്കിൽ അത് m എന്ന് വിളിക്കുന്നു. ഇവിടെ മീഡിയൻ ആണ്. മീഡിയൻ ആയാൽ നമ്മൾ അതിനെ m എന്ന് വിളിക്കുന്നു. മീഡിയൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ടത്. ഇവിടെ നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഫ്രീക്വൻസീസിന്റെ, അതായത് സം ഓഫ് ദി ഫ്രീക്വൻസീസ്, അതായത് 30 എന്ന് കിട്ടി. അത് കിട്ടാൻ വേണ്ടി നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. CF എന്ന് പറയുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂട്ടി ക്യുമുലേറ്റ് ചെയ്ത് ഫ്രീക്വൻസികൾ എഴുതുന്നത്, അതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. കൂട്ടി എഴുതി ലാസ്റ്റ് ഇത് 30 തന്നെ കിട്ടും. അപ്പം അതിനകത്തുനിന്ന് മിഡിൽ ഒബ്സർവേഷൻ കണ്ടുപിടിക്കും. മിഡിൽ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ മീഡിയൻ എന്ന് പറയും. അപ്പം ടോട്ടൽ 30 ആണ്. 30യുടെ മിഡിൽ എന്ന് പറഞ്ഞാൽ 15 വരും. സോ 15th ഒബ്സർവേഷൻ, ദാറ്റ് ഈസ് 15th ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. അതിന് കറസ്പോണ്ടിങ് xi എന്ന് പറഞ്ഞാൽ 13 ആയതുകൊണ്ട് 13 നമ്മൾ മീഡിയൻ ആയിട്ട് എടുത്തു. പിന്നെ ഫോർമുല, പിന്നെ അതിൻ്റെ ഡീവിയേഷൻ എടുത്തു, പിന്നെ fi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഫോർമുല is sigma fi into xi minus m divided by n, that's equal to ന്യൂമറിക്കൽ വാല്യൂ ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നിങ്ങളൊന്ന് മനസ്സിലാക്കി എഴുതാൻ മതി. ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ്. ഓക്കെ മക്കളെ, മനസ്സിലായോ? യെസ്. ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിമിലർ വൺ. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. എക്സൈസ് വന്നിട്ടുണ്ട് 5, 7, 9, 10, 12, 15. കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ഉണ്ട് 8, 6, 2, 2, 2 and 6. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടേബിൾ വരച്ച്, നേരത്തെ പോലെ തന്നെയാണ് ടേബിൾ വരച്ച് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ടേബിൾ വരച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ ടേബിൾ ഇവിടെയുണ്ട്. എക്സൈസ് നോട്ട് ചെയ്തു. 5, 7, 9, 10, 12, 15. ഇതിൻ്റെ ഫ്രീക്വൻസീസ് ഉണ്ട് 8, 6, 2, 2, 2, 6 അല്ലേ. അപ്പോൾ നമുക്കിനി സം ഓഫ് ദ ഫ്രീക്വൻസീസ് വേണം. അതെല്ലാം കൂടെ ടോട്ടൽ എടുക്കാം. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ചെയ്യാം. അപ്പോൾ അത് 26 എന്ന് കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 26 ആണ്. അപ്പോൾ നമുക്ക് ആ വാല്യൂ ഇവിടെ കൊടുക്കാം. ക്യാപിറ്റൽ N is equal to 26 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ സിഗ്മ fi ആണ്. അതും കൂടെ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. സിഗ്മ fi ദാറ്റ്സ് ഈക്വൽ ടു 26. ഇനി നമുക്ക് എന്താ വേണ്ടേ? മീഡിയൻ എന്ന് പറഞ്ഞാൽ 26ന്റെ പകുതി, 13th അല്ലേ. 26ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 13th ഒബ്സർവേഷൻ ആണ്. അപ്പോൾ നമുക്ക് അതാ വേണ്ടത്. അപ്പോൾ അതൊന്ന് എഴുതിക്കുക. സിൻസ് n is equal to 26, median is the n/2th observation. That is 26/2 is equal to 13th 13th observation. So m is median is the 13th observation. 13th observation. ഓക്കെ മക്കളെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? അടുത്ത നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം അല്ലേ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് വേണം. അപ്പോൾ നമ്മൾ ആദ്യത്തത് 8 തന്നെയാണ്.
ദെൻ 8 പിന്നെ വരുന്നത് 6 കൂടെ കൂട്ടും, ദറ്റ് ഈസ് 14 വരും. 14 + 2 അടുത്ത ഫ്രീക്വൻസി കൂട്ടും, ദറ്റ് ഈസ് 16 വരും. അടുത്തത് കൂട്ടും 2 ആണ്, സോ 18 വരും. അടുത്തത് കൂട്ടും വീണ്ടും അഗെയിൻ 2 ആണ്, അപ്പോൾ 20 വരും. ദെൻ 6 കൂടെ കൂട്ടും, അപ്പോൾ 26 വരും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും 26, ദറ്റ് ഈസ് 26. അപ്പോൾ നമ്മൾ ഈ കൂട്ടിയേക്കുന്നത് ശരിയാണെങ്കിൽ ഇതും സെയിം ആയിട്ട് വരും. ഇത് രണ്ടും സെയിം ആയിട്ട് ലാസ്റ്റത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടോട്ടൽ എടുക്കുന്ന ഇതും സെയിം ആയിട്ട് വരും. ഇനി 13th ഒബ്സർവേഷൻ ആണ്. നമുക്കറിയാം ആദ്യത്തെ 8 എണ്ണം എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 5 5 5 5 അങ്ങനെ 8 ടൈംസ് ഉണ്ട്. പിന്നെ 7 ആണ് അടുത്ത് വരുന്നത്, അത് 6 ടൈംസ് ഉണ്ട്. അപ്പോൾ 14th ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 14 എണ്ണം വരെ എന്ന് പറഞ്ഞാൽ ഇതാണ് 5ഉം 7ഉം കൂടെയാണ്. നമുക്ക് വേണ്ട 13th ഒബ്സർവേഷൻ ആണ്. അപ്പോൾ 8 കഴിഞ്ഞ് 14 വരെ ഉള്ളതെല്ലാം 7 ആയതുകൊണ്ട് 7 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ 13th ഒബ്സർവേഷൻ. കാരണം 14 വരെ ഉള്ളതെല്ലാം എന്താണ്, ആദ്യത്തെ 8 എണ്ണം 5, അത് കഴിഞ്ഞ് പിന്നെ 6 എണ്ണം 7 ആണ്. 6 നമ്പേഴ്സ് എന്ന് പറയുന്നത് 7 7 7 7 7 അങ്ങനെ 6 ടൈംസ് നമ്മൾ എഴുതേണ്ടിയിരിക്കുന്നു. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 14 വരും. അപ്പോൾ നമ്മുടെ 13th ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ നമ്മുടെ മീഡിയൻ എന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞാൽ എന്താണ്, m = 7 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ m = 7. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതുമായിട്ടുള്ള ഓരോന്നുമായിട്ടുള്ള ഡിഫറൻസ് ആണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മളുടെ അടുത്ത കോളം എന്ന് പറഞ്ഞാൽ xi - 7 അല്ലേ. അപ്പോൾ 5 - 7 ആണ്, അത് 2 എന്ന് വരും. -2 ആണ്, പക്ഷെ നമ്മൾ മോഡുലസ് എടുക്കുന്നതുകൊണ്ട് 2 എന്ന് വരും. അടുത്തത് 7 - 7 ആണ്, ദാറ്റ് ഈസ് 0 എന്ന് വരും. അടുത്തത് 9 - 7 ദാറ്റ് ഈസ് 2 വരും. അടുത്തത് 10 - 7 ദാറ്റ് ഈസ് 3 വരും. നെക്സ്റ്റ് ഈസ് 12 - 7 ദാറ്റ് ഈസ് 5 വരും. അടുത്ത 15 - 7 ദാറ്റ് ഈസ് 8 വരും. ഓക്കെ, അപ്പോൾ xi - m നമ്മൾ മോഡുലസ് എടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ജസ്റ്റ് വാല്യൂസ് മാത്രമേ എഴുതുന്നുള്ളൂ. 8 വരെ വരും. ഇനി നമ്മൾ അടുത്ത കോളം എന്താ വേണ്ടേ, നമുക്ക് വേണ്ട ഫോർമുല എന്താണ്. നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ fi into xi minus m divided by capital I. അപ്പോൾ നമുക്ക് xi minus m ന്റെ മോഡുലസ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നിനെയും എന്ത് ചെയ്യണം, ഈ fi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത കോളം അതാണ് fi into xi minus m. That is 8 into 2, that is 16. You can use the calculator. Then 16 into 2, 0, that is equal to 0. Sorry, 6 into 0. Then 2 into 2, that is 4. Then 2 into 3, that is 6. 2 into 5, 10. Then 6 into 8, 48. Okay? ഇപ്പോൾ xi minus m ന്റെ fi into xi minus m ന്റെ കോളംസ് ആയി. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ എല്ലാം കൂടെ സമ്മാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സമ്മ നമ്മളിത് കണ്ടുപിടിച്ചാൽ നമുക്ക് 84 എന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇവിടെ വാല്യൂസ് ഇനി ഇവിടെ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് 84 അല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു xi into fi into xi minus m into sigma എന്ന് പറഞ്ഞാൽ 84 ആണ്. സോ 84 divided by m, n എന്ന് പറഞ്ഞാൽ 26 ആണ്. അപ്പോൾ നമ്മൾ 84 divided by 26 നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ്സ് ഈക്വൽ ടു 3.23 എന്ന് കിട്ടും അല്ലേ. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. വേണമെങ്കിൽ ഞാനൊന്ന് അടിച്ച് കാണിക്കാം. 84 divided by, നിങ്ങൾക്ക് യു ക്യാൻ യൂസ് ദ കാൽക്കുലേറ്റർ. 84 divided by 26 ഈക്വൽ ടു 3.23. അപ്പോൾ ആ വാല്യൂ ആണ് ഇതിൻ്റെ മീൻ ഡീവിയേഷൻ അബൌട്ട് ദി മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ മക്കളെ, ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഫോർമുല എല്ലാം സെയിം തന്നെയാണ്. ആ മീഡിയൻ കണ്ടുപിടിക്കുന്നത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? യെസ്. Here is the next question, question number 11. Find the mean deviation about the median for the following data. Maths 0 10, 0 മുതൽ 10 വരെ കിട്ടിയ 6 പേര് നമ്പർ ഓഫ് ഗേൾസ് ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ആണ്. 10 20 8 20 30, അതായത് 20ക്കും 30ക്കും ഇടയ്ക്ക് കിട്ടിയ 14 ഗേൾസ് ഉണ്ട്. 30ക്കും 40ക്കും ഇടയ്ക്ക് കിട്ടിയ 16 ഉണ്ട്. 40ക്കും 50ക്കും ഇടയ്ക്ക് കിട്ടിയ 4 ഉണ്ട്. 50ക്കും 60ക്കും ഇടയ്ക്ക് കിട്ടിയ 2 പേരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മാർക്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കുക, ദെൻ മീൻ ഡീവിയേഷൻ അബൌട്ട് ദി മീഡിയൻ. ഇതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ,
അപ്പോൾ നമുക്ക് അതിനെ കറസ്പോണ്ടിങ് ഒരു ടേബിൾ വരയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. 0, 10 അതിൻ്റെ ഫ്രീക്വൻസി ഇതിനിടയ്ക്ക് ഒരു കോളം കൂടെ ഇട്ടിട്ടുണ്ട് നമുക്ക്, കാരണം ഇവിടെ നമുക്ക് എക്സസൈസ് വേണമല്ലോ, അതുകൊണ്ട് 0, 10 കിട്ടിയ 6, 10, 20, 8, 20, 30, 14, 30, 40, 16, 40, 54, 50, 62. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇവിടെ തന്നെ വരയ്ക്കണമെന്നില്ല, ഈ എക്സൈ ഇപ്പറേ വരച്ചാലും മതി. ഞാനിപ്പോൾ വരച്ചിട്ടെന്നേ ഉള്ളൂ, അത് ഇങ്ങനെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഉടനെ എക്സൈ വേണമെന്നില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇത് കഴിഞ്ഞിട്ട് ഒരു കോളം വരച്ച് എക്സൈ വരച്ചിട്ടാലും മതി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എക്സൈ വേണം അല്ലേ. ഇപ്പോൾ എക്സൈ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇതിന്റെ മിഡ് വാല്യൂ ആണ് എക്സൈ എന്ന് പറഞ്ഞാൽ അല്ലേ. 0യും 10ഉം കൂടെ കൂട്ടിയിട്ട് അതിന് പകുതി എന്ന് പറയാൻ നമുക്കറിയാം 5 ആണ്. അടുത്ത 10ഉം 20യും കൂടെ കൂട്ടുക, ദാറ്റ് ഈസ് 10 + 20, 30, 30/2 എന്ന് പറഞ്ഞാൽ 15 വരും. അപ്പോൾ മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 15 ആണ്. അടുത്തത് 25 വരും. അടുത്തത് നമുക്കറിയാം 35 വരും, ദെൻ 45 വരും, ദെൻ 55 വരും. എല്ലാം മിഡ് വാല്യൂ ആണ്. ആ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തങ്ങ് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ. കറക്റ്റ് ആയിരിക്കും. 50 + 40 90, 90യുടെ പകുതി എന്ന് പറഞ്ഞാൽ 45 ആയിരിക്കും. യെസ്, അപ്പോൾ നമ്മുടെ ആ കോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കണം. ഇതൊരു ക്ലാസ് ഫ്രീക്വൻസി ആണ്, ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ക്ലാസ് ആയിട്ട് ആണ് നമുക്ക് തരുന്നതെങ്കിൽ അതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുലയുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും ആ ഫോർമുല. ദർ ഇസ് എ ഫോർമുല ഫോർ ദാറ്റ്. മീഡിയൻ ഈസ് ഈക്വൽ ടു, മീഡിയൻ നമ്മൾ എം എന്നാണല്ലോ നമ്മൾ വിളിക്കുന്നത്. സോ മീഡിയൻ എം ഈസ് ഈക്വൽ ടു എൽ പ്ലസ് median m is equal to L plus n/2 minus m into c divided by f. ഈ ഫോർമുല നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. m is equal to L plus n/2 minus m into c by f. ആ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഇനി ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഓരോന്നും എന്താണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാം. എം എന്ന് പറഞ്ഞാൽ മീഡിയൻ ആണല്ലോ. മീഡിയൻ എം ഈസ് ഈക്വൽ ടു എൽ. എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ്. ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ്. എല്ലാം മീഡിയൻ ക്ലാസ് ആണ്. എൻ എന്ന് പറയാൻ നമുക്കറിയാം ടോട്ടൽ ഫ്രീക്വൻസി ആണ്. എൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഐ അല്ലെ, ടോട്ടൽ ഫ്രീക്വൻസി ആണ്. എം എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു ദി മീഡിയൻ ക്ലാസ്. അപ് ടു ദി മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിൻ്റെ ജസ്റ്റ് എബവ് ആയിട്ടുള്ള, മീഡിയൻ ക്ലാസിൻ്റെ ജസ്റ്റ് എബവ് ആയിട്ട് വരയ്ക്കുന്ന അതിൻ്റെ ഫ്രീക്വൻസിയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു ദി മീഡിയൻ ക്ലാസ്. ഞാനത് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഓരോന്ന് എഴുതുക. സി മീൻസ് ക്ലാസ് വിഡ്ത്ത്. ക്ലാസ് വിഡ്ത്ത്. F means frequency of the median class. Frequency of the median class. This lower limit of the median class. This frequency of the median class. This രണ്ടും median class ൻ്റെയാണ്. ഈ m മാത്രമേ ഉള്ളൂ. ഇതും ക്ലാസ് വിഡ്ത്ത് ഓഫ് ദി മീഡിയൻ ക്ലാസ്. അതിന് എല്ലാവർക്കും സെയിം ആയിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു ദി മീഡിയൻ ക്ലാസ്. മീൻസ് ജസ്റ്റ് അബവ് ദി മീഡിയൻ ക്ലാസ്. അപ്പോൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് അവിടെ മീഡിയൻ കണ്ടുപിടിക്കുന്നത്. ഇത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, 10th പഠിച്ചിട്ടുണ്ട് ഇത് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മീഡിയൻ കണ്ടുപിടിക്കുന്നത്. ബാക്കിയുള്ളതുപോലെയല്ല. ക്ലാസ് വരുമ്പോൾ മീഡിയൻ കണ്ടുപിടിക്കാൻ ഇത്തിരി ഡിഫറൻ്റ് ആണ്. ആ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ ഫോർമുല ഓർത്താൽ മതി, ബാക്കിയെല്ലാം സെയിം ആണ്. ഇനി നമുക്ക് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനാദ്യം നമ്മൾ n കണ്ടുപിടിക്കണം. n എന്ന് പറയുന്നതിൻ്റെ എല്ലാത്തിനെയും കൂടെ ടോട്ടൽ ആണല്ലോ. നമുക്കൊന്ന് കണ്ടുപിടിക്കാം. യെസ്, 15 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് n എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം n is equal to 50 ആണ്. അപ്പോൾ നമുക്ക് അത് ഇവിടെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. നമുക്ക് n is equal to 50. അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ n/2, ദാറ്റ് ഈസ് 50/2, 25th കറസ്പോണ്ടിങ് വരുന്ന ക്ലാസ് ആണ് മീഡിയൻ ക്ലാസ്. അപ്പോൾ അതിന് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂട്ടി എഴുതുന്നത് 6 + 8 that is 14, 14 + 14 28, 28 + 16 that is 44 എന്ന് വരും. 44 + 4 48 എന്ന് വന്നു. 48 + 2 50 എന്ന് വരും. ഓക്കെ മക്കളെ, അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്, അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ആണ്. ഓക്കെ,
ഇനി നമുക്ക് വേണ്ടത് എന്താണ്? മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസ് എന്ന് പറഞ്ഞാൽ 50/2 ആണ്. സോ എം എന്ന് പറഞ്ഞാൽ 50/2 ദാറ്റ്സ് ഈക്വൽ ടു 25 എന്ന് പറയുന്ന 25th ഒബ്സർവേഷൻ കിടക്കുന്ന ക്ലാസ്സിനെയാണ് മീഡിയം ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം 6 വരെ കിടക്കുന്നത് ഈ 0ക്കും 10നും ഇടയ്ക്കാണ്. 14 വരെയുള്ള ഒബ്സർവേഷൻസ് കിടക്കുന്നത് ഇവിടെ വരെ വരും. ദെൻ 14 പോയിട്ട് 28 വരെയുള്ളത് കിടക്കുന്നത് ഈ ക്ലാസ്സിലാണ്. അപ്പോൾ ഈ ക്ലാസ് ആണ് അതിന്റെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ 25th ഒബ്സർവേഷൻ, ഇത് 28th വരെയുള്ള ഒബ്സർവേഷൻസ് കിടക്കുന്നത് ഈ ക്ലാസ്സിലാണ്. അപ്പോൾ n/2 എന്ന് പറഞ്ഞാൽ 50/2 ദാറ്റ് ഈസ് 25. 25ന് കറസ്പോണ്ടിങ് 28 വരെയുണ്ട്. 25ന് കറസ്പോണ്ടിങ് കിടക്കുന്ന ഇതാണ് മീഡിയം ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ ഈ ഫോർമുലയ്ക്കകത്ത് നിന്ന് വേണം നമ്മൾ ഈ എല്ലും എന്നും എമ്മും സിയും എഫും എല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഫോർമുലയ്ക്കകത്ത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പൊ എം എന്ന് പറഞ്ഞാൽ എന്താണ്? എം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എം കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് ഇനി എം ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് കൊടുക്കാം. സോ എം ഈസ് ഈക്വൽ ടു എൽ. എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയം ക്ലാസ്. ഇതാണ് മീഡിയം ക്ലാസ്. അതിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. 30 ആണ് മീഡിയം ക്ലാസ്. അപ്പോൾ അതിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20 ആണ്. സോ 20 പ്ലസ് n/2. n എന്ന് പറയാൻ നമ്മൾ അറിഞ്ഞു 50 ആണ്. 50/2 ദാറ്റ് ഈസ് 25 മൈനസ് എം. എം എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു ദ മീഡിയം ക്ലാസ്. ഇതാണ് മീഡിയം ക്ലാസ്. അതിന്റെ മീഡിയം ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 28 ആണ്. ഇതല്ല നമുക്ക് വേണ്ടേ, മീഡിയൻ ക്ലാസിന്റെ ജസ്റ്റ് അബവ് അപ് ടു ദ മീഡിയം ക്ലാസ്. അപ്പൊ എം എന്ന് പറഞ്ഞാൽ ഈ മീഡിയം ക്ലാസിന്റെ തൊട്ട് മുകളിലുള്ള ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അപ്പൊ എം എന്ന് പറഞ്ഞാൽ 14 വരും. സോ മൈനസ് 14. ഈ എം കണ്ടുപിടിക്കുന്നത് പ്രത്യേകം നോട്ട് ചെയ്തോണം. ദെൻ സി. സി എന്ന് പറഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത് ആണ്. അത് നമുക്കറിയാം 10 ആണ്. ബൈ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 14 ആണ്. ഓക്കെ മക്കളെ, ഒന്നുകൂടെ പറയാം. എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയം ക്ലാസ് ദാറ്റ് ഈസ് 20. എൻ നമുക്കറിയാം 50 ആണ്. സോ ബൈ 2. എം എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് അബവ് ദ മീഡിയം ക്ലാസ്. അപ്പൊ ഇതാണ് ഈ മീഡിയം ക്ലാസിന്റെ തൊട്ട് മുകളിലുള്ള അതിന്റെ ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് അബവ് ദി മീഡിയം ക്ലാസ് ദാറ്റ് ഈസ് ഇവിടുത്തെ ഏതെന്ന് പറഞ്ഞാൽ 28 ആണ്. ഓക്കെ, മീഡിയം ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അതിന് ജസ്റ്റ് അബവ് ആയിട്ടുള്ള അതിന്റെ മീഡിയം ജസ്റ്റ് അബവ് ആയിട്ടുള്ള ക്ലാസിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ ദാറ്റ് ഈസ് എന്താണ്, അതെന്ന് പറയുന്നതാണ് ഈ 14 ആണ്. അപ്പോൾ നമ്മുടെ എം എന്ന് പറഞ്ഞാൽ അവിടെ 14 ആണ്. ഓക്കെ, ദെൻ അപ്പോൾ എം എന്ന് പറയാൻ കൊടുത്തു. ദെൻ സി എന്ന് പറഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത് ആണ്. ദെൻ ക്ലാസ് വിഡ്ത്ത്. ദെൻ കംസ് എഫ്. എഫ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദി മീഡിയം ക്ലാസ്. ഓക്കെ മക്കളെ, യെസ്. ഇനി വാല്യൂസ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. ദാറ്റ് ഈസ് 20 പ്ലസ് 25 മൈനസ് 14 എന്ന് പറഞ്ഞാൽ 11 വരും. 11 ഇൻറ്റു 10/14 അല്ലേ. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇത് നമുക്കറിയാം, ഇത് രണ്ടും കൂടെ കട്ട് ചെയ്താൽ ഇത് 5/7 എന്ന് വരും. ഒക്കെ അങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് 20 പ്ലസ് 11 ഇൻറ്റു 5 55 ഡിവൈഡഡ് ബൈ 7 എന്ന് വരും. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ അതിൻ്റെ വാല്യൂ അടിച്ച് നോക്കിയിട്ട് എഴുതാവുന്നേ ഉള്ളൂ. 55/7 എന്ന് പറഞ്ഞാൽ 20 പ്ലസ് 7.86 സംതിങ് വരും. ദാറ്റ് ഈസ് 27.86 എന്ന് വരും. ഓക്കെ, അപ്പോൾ മീഡിയം എന്ന് പറഞ്ഞാൽ 27.86 ആണ്. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ 27.86 നമുക്ക് കിട്ടി, എം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ എമ്മുമായിട്ടുള്ള ഡിഫറൻസ് ഓരോന്നും കണ്ടുപിടിക്കണം. എക്സാം മൈനസ് എം കണ്ടു, ബാക്കിയെല്ലാം സെയിം ആണ്. ഈ എം കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിനകത്തുനിന്ന് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ നമുക്ക് ഓരോന്നുമായിട്ടുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാം. എക്സായി മൈനസ് എം. എക്സായി എന്ന് പറഞ്ഞാൽ ഇവിടുത്തേത് 5 ആണ്. 5 മൈനസ് 27.86 ആണ്. ദാറ്റ് ഈസ് നമുക്കറിയാമല്ലോ, ഓരോന്നുമായിട്ടുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 22.86 എന്ന് വരും. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് 15 ആണ്. 15 മൈനസ് 27.86 എന്ന് പറഞ്ഞാൽ 12.86 എന്ന് വരും. ഓക്കെ, അടുത്തത് നമുക്ക് വരുന്നത് 25 മൈനസ് 27.86 ആണ്. ദാറ്റ് ഈസ് 2.86 എന്ന് വരും. ഓക്കെ, ദെൻ കംസ് 35 ആണ്. 35 മൈനസ്
27.86 എന്ന് പറഞ്ഞാൽ അത് 7.14 എന്ന് വരും അല്ലെ. അടുത്തത് വരുന്നത് 45 ആണ്. സോ 45 മൈനസ് 27.86 എന്ന് പറഞ്ഞാൽ നമുക്ക് 17.14 എന്ന് വരും. അത് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അടുത്ത് വരുമ്പോൾ നമുക്ക് 55 ആണ്. 55 മൈനസ് 27.86 എന്ന് പറഞ്ഞാൽ 27.14 എന്ന് വരും. 0.14. ഓക്കെ മക്കളെ, അപ്പൊ ഇതാണ് നമ്മൾ ഇതിന്റെ ആ ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, മോഡുലസ് എടുക്കുക. അപ്പൊ ഇവിടെ എല്ലാം നെഗറ്റീവ് ആണ് വരുന്നത്, പക്ഷെ ഇവിടെ മോഡുലസ് എടുക്കുന്നതെല്ലാം പോസിറ്റീവ് ആണ്. ഇനി നമ്മൾ അടുത്തത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എഫ് ഐയും ഈ എക്സ് ഐ മൈനസ് എമ്മും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തത് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 22.86 എന്ന് പറഞ്ഞാൽ 137.16 എന്ന് വരും. ഓക്കെ, ജസ്റ്റ് മൾട്ടിപ്ലൈ കാൽക്കുലേറ്റർ ചെയ്താൽ മതിയാവും. ദെൻ അടുത്തത് വരുന്നത് 8 × 12.86 ആണ്. ദാറ്റ് ഈസ് 102.88 എന്ന് വരും. ഓക്കെ, അടുത്തത് വരുന്നത് നമുക്കറിയാം ഇതാണ് 14 × 2.86 ആണ്. ദാറ്റ് ഈസ് 40.04 എന്ന് വരും. ഓക്കെ, അടുത്ത ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. 16 × 7.14 ആണ്. ദാറ്റ് ഈസ് 114.24 എന്ന് വരും. അടുത്തത് ഇതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 17 അപ്പോൾ 68 അല്ലേ, നമുക്കറിയാം അത് 68.14 എന്ന് വരും. ദെൻ അടുത്തത് വരുമ്പോൾ ഈ 27.14 × 2 ആണ്. അത് നമുക്കറിയാം 54.28 വരും അല്ലേ, 54.28 എന്ന് വരും. ജസ്റ്റ് അതിൻ്റെ ഡബിൾ ആണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വാല്യൂ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്നത് നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ സെയിം ആണ്. എം ഡി ഇസ് ഈക്വൽ ടു ഫോർമുല ഉണ്ട് സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ആണ് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സം ആണ് നമുക്ക് വേണ്ടത്. അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാമല്ലോ. സം ഒന്ന് കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് 517.16 എന്ന് വരും. നമുക്ക് ആ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കാം. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 517.16 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 50 ആണ്, ബൈ 50. അത് കാൽക്കുലേറ്ററിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് 10 പോയിന്റ് സംതിങ് വരും. ദാറ്റ് ഈസ് 10.34 എന്ന് വരും. 10.34. അപ്പോൾ നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് ദി മീഡിയൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇതെല്ലാം നമ്മളൊന്ന് ഒരു ടേബിളിലാക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം അതൊന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോളാം. ടേബിൾ വരയ്ക്കണം, ടേബിളിൽ ഭംഗിയായിട്ട് വരയ്ക്കണം, അതിന് മാർക്കുള്ളതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടി 10.34. ഓക്കെ മക്കളെ, കണ്ടുപിടിച്ച് മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ മക്കളെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മീഡിയൻ ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ വരുവാണെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഓർക്കേണ്ടത്. m is equal to L plus n/2 minus m into c by f. ഈ ഫോർമുല നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോണം. ഈ ഫോർമുലയിൽ ഓരോന്നും എന്താണെന്നും കൂടെ പഠിക്കണം. L means lower limit, n is the total frequency, m is the cumulative frequency up to the median class, c class width, and f is the frequency of the median class. ഇത്രയും കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കിയെല്ലാം ഫോർമുല എല്ലാം സെയിം ആണ്. നമുക്ക് വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അതുവരെ നിങ്ങൾ ഇത് തരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാൽക്കുലേറ്റർ യു ക്യാൻ സ്കോർ ദ ഫുൾ ക്രെഡിറ്റ് ഫ്രം ദിസ് സെക്ഷൻ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.